എല്ലാവർക്കും ഗ്യാൻ ഇന്ത്യയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 11th ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എക്സാമിനോട് അടുത്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഓരോ ചാപ്റ്ററും ഭയങ്കര ഇതായിട്ട് പഠിച്ചു പോകാൻ സമയമില്ല അല്ലേ. നമ്മൾ ഏകദേശം എല്ലാ സാധനവും പഠിച്ചിട്ടുണ്ട്. ഇനി റിവൈസ് ചെയ്യുക, ആ റിവൈസ് ചെയ്ത സാധനങ്ങൾ വെച്ച് എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഈ 2 പോയിൻ്റാണ് ഇനി നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓരോരോ ചാപ്റ്ററുകളിലും ഓരോരോ ടോപ്പിക്കുകൾ, അതിലേതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം, എക്സാമിനെ എങ്ങനെ നേരിടണം, ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു അവഗാഹം ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. 11th ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ചാപ്റ്ററുകൾ, ആ ഓരോ ചാപ്റ്ററുകളിൽ നിന്നും ഏകദേശം എത്ര വെയിറ്റേജിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അങ്ങനെ അറിഞ്ഞിരുന്നാലുള്ള ഉപകാരം എന്താ, നമുക്ക് ഏത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ എക്സാമിനെ അടുപ്പിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം റിവൈസ് ചെയ്യാൻ ടൈമില്ല, അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കൊരു ഏകദേശം മാർക്കാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനത്തെ ഉള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ചില ചാപ്റ്ററുകൾ ഒമിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഒമിറ്റ് ചെയ്യുന്ന ചാപ്റ്റർ പോലും നമ്മൾ എന്ത് ചെയ്യണം, വൈസ്ലി വേണം ഒമിറ്റ് ചെയ്യാൻ. അതായത് ഇതിൽ കുറച്ച് മാർക്കേ ചോദിക്കുകയുള്ളൂ, അപ്പോൾ നമുക്ക് അധികം റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററുകൾ വളരെ ടഫാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റുള്ളൂ. കാരണം അതിൽ നിന്ന് ഒരുപാട് വെയിറ്റേജിന് ചോദിക്കൂ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്നുള്ള ഏകദേശം ഉള്ളൊരു വെയിറ്റേജ് നമുക്ക് നോക്കി പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം, യൂണിറ്റ് 1 എന്ന് പറയുന്നത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ളതാണ്. അതിൽ നിന്ന് 7 മാർക്കിനാണ് ചോദിക്കുക. വെയിറ്റേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കുറവായിരിക്കും മറ്റുള്ള ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ 7 മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് വളരെ ഈസി ചാപ്റ്ററാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടും. മാത്രമല്ല കൂടുതൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദിക്കും, ഏകദേശം 7 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ് ഇത്. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക്, അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നും 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എളുപ്പമുള്ള പാടാണ്. അതേപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏകദേശം ഫ്രണ്ടിലുള്ള കുറേ ഭാഗങ്ങൾ, അതായത് ആ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുന്നത്, ആറ്റം മോഡൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ, അല്ലെങ്കിൽ അതിൽ എക്സ്ട്രാ ഉള്ള കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. മാത്രമല്ല മറ്റുള്ള ചില ചാപ്റ്ററുകളെ, ഇപ്പോൾ ഇക്വിലിബ്രിയം ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് ചാപ്റ്ററുകളും റെഡോക്സ് റിയാക്ഷൻ ഇങ്ങനത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എളുപ്പമുള്ള പാഠമാണ്. മാത്രമല്ല തിയററ്റിക്കലായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കും, ഇന്ന ഒരു ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഇത് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്ററാണ് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിൽ നിന്ന് ഏകദേശം 6 മാർക്കോളം വെയിറ്റേജിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് 9 മാർക്കിനാണ് ചോദിക്കുക, അടുത്തത് 6 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളതിൻ്റെ എല്ലാം വെയിറ്റേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഇച്ചിരി കുറവ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതും സ്ട്രക്ചർ ഓഫ് ആറ്റം പോലെ തന്നെ ഇതിൻ്റെ തുടക്ക ഭാഗത്തിലുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് എവിടെ, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്, ഇതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ 10ലും 9ലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു പോയാൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് മുഴുവനും നേടാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യൂളാർ സ്ട്രക്ചറാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 7 മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ ഈ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യൂളാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇന്ന ഭാഗത്തു നിന്നാണ് പൊതുവെ ചോദ്യം ചോദിക്കുക. സ്പെസിഫിക് ഏരിയാസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ മോളിക്യുലാർ ബോണ്ടിങ് അല്ലെങ്കിൽ മോളിക്യുലാർ സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്ങിലാണെങ്കിലും VB തിയറി, VACPR, ഇതിനകത്ത് നിന്ന് സ്പെസിഫിക് ആയിട്ട് ചില എന്താ പറയുക ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷൻ ഉണ്ട്. ആ ഭാഗത്തു നിന്നാണ് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുക. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്, ഏകദേശം ഒരു മാർക്ക് നമുക്ക് കിട്ടാനായിട്ട് ഒരു ഐഡിയ വരും നമുക്ക് ഈ ഭാഗത്തു നിന്ന്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് മാത്രം തപ്പിയെടുത്ത് പഠിക്കുന്നതായിരിക്കും ഈ ചാപ്റ്ററിനോടുള്ള ഒരു വൈസായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ പറയുമ്പോഴത്തേക്കിനും കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ്
തെർമോഡൈനാമിക്സ് ചെറിയ പാടാണ്, എളുപ്പമുള്ള പാഠമാണ്. പക്ഷേ ഇതിനകത്ത് എന്താണ്, പുതിയ കൺസെപ്റ്റാണ് അല്ലേ. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ കുറച്ചെങ്കിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ എത്തുമ്പോഴേക്കും ഇപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിലാണെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഈ VB തിയറൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ചെറിയ ക്ലാസ്സിൽ. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന കോവാലൻ ബോണ്ട്, അയണിക് റേഡിയസ്, ഇങ്ങനെ കുറേ സംഗതികൾ, കുറേ ടേംസ് നമ്മൾ ഓൾറെഡി കേട്ടതാണ്. പക്ഷേ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് 11th ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കൺസെപ്റ്റായി സാധനം. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒത്തിരി മെനക്കേടുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെ തന്നെ തെർമോഡൈനാമിക്സിൽ നിന്നും ചോദിക്കുന്ന സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. നിങ്ങൾ ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ നമ്മുടെ PYQ ഡിസ്കഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ അധികം ചോദ്യങ്ങൾ എന്താ റിപ്പീറ്റേറ്റീവ് ആണ്. ഈ സാധനമാണ് പൊതുവേ ചോദിക്കുക, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, സ്പെസിഫിക് ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുകൾ ഒരിക്കലും ഒമിറ്റ് ചെയ്യാതെ പഠിച്ചു പോവുക. അതായത് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കിനും ഈ ചാപ്റ്ററിലെ ഇന്ന ടോപ്പിക്ക് അത് നമ്മൾ വിട്ടുകളയില്ല എന്നുള്ള രീതിയിൽ പഠിച്ചു പോകുന്നത് നന്നായിരിക്കും ഈ ചാപ്റ്ററിൽ. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും ഇക്വിലിബ്രിയവും താരതമ്യേന എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 7 മാർക്കിനാണ് ചോദിക്കുക. നമ്മുടെ തെർമോഡൈനാമിക്സിൽ നിന്ന് 9 മാർക്കിനാണ് ചോദിക്കുക. ഇക്വിലിബ്രിയത്തിൽ വരുമ്പോഴത്തേക്കിനും എത്രയാണ്? 7 മാർക്കിനാണ് ചോദിക്കുക. ഇതിനകത്ത് ചില സ്പെസിഫിക് പോയിന്റുകളുണ്ട് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിക്കാൻ. ലേഷാട്ട്ലിയ പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇക്വിലിബ്രിയത്തെ ആൾട്ടർ ചെയ്യുന്ന പല പല ഫാക്ടേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ഐഡിയ തിയററ്റിക്കലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു തിയറി, അതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളതെന്ന് അറിഞ്ഞിരുന്ന ചില ചോദ്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിന് റെഡോക്സ് റിയാക്ഷൻ ആണ്. റെഡോക്സ് റിയാക്ഷനിൽ നിന്ന് എത്ര മാർക്കിനാണ്? 4 മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. പൊതുവേ വെയിറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് റെഡോക്സ് റിയാക്ഷനിൽ നിന്ന് കുറഞ്ഞ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ റെഡോക്സ് റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താ? റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ പാഠമാണ്. ഇന്നിൻ്റെ കുറച്ച് കൺസെപ്റ്റ് അതിനകത്തുള്ളൂ നമുക്ക് പഠിക്കാൻ. ഒരുപാട് കടൽ പോലെ നമുക്ക് റെഡോക്സ് റിയാക്ഷനകത്ത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആൾ, ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്ക്. ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 10 മുതൽ 11 മാർക്കിന് വരെയും ഇതിനകത്തുനിന്ന് വെയിറ്റേജ് ഉണ്ട്. ഈ ചാപ്റ്റർ ഒരിക്കലും ഒമിറ്റ് ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇതിന് 2 കാരണമുണ്ട്. ഒന്നെന്ന് പറയുന്നത് വെയിറ്റേജ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് +2ലേക്ക് പോകുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള സാധനം എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബേസിക് കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചവനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും കുറേ ഐഡിയകൾ നമുക്ക് കിട്ടും. നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്താ സാധനം എന്ന്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഒമിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റേജ് കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഏകദേശം 11 മാർക്കിനോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കും എന്നാണ് അതിൻ്റെ ഏകദേശ വെയിറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററും എന്താ ഓർഗാനിക് കെമിസ്ട്രിയുടെ തന്നെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ എന്താണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിത്തറയാണ് ഈ 2 ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഏകദേശം 10 മാർക്കിന് വരെ, 9 മുതൽ 10 മാർക്കിന് വരെ ഹൈഡ്രോ കാർബണിൽ നിന്ന് പൊതുവേ ചോദ്യം ചോദിക്കാറുണ്ട്. ഈ പറയുന്ന വെയിറ്റേജ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. എന്നാലും ഏകദേശം ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഈ ഒരു വെയിറ്റേജ് കണക്കാക്കിയിട്ട് നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോഴത്തേക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഈ ഒരു വെയിറ്റേജ് അനുസരിച്ചിട്ടും നിങ്ങളുടെ എളുപ്പം അനുസരിച്ചിട്ടും നിങ്ങളൊരു പ്രിയോറിറ്റി വെക്കുക ചാപ്റ്ററുകൾ പഠിക്കുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ അവസാനം എത്തുമ്പോഴത്തേക്കും വെക്കുന്ന ചാപ്റ്റർ നമുക്ക് ഭയങ്കര അറ്റൻറ്റീവായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. പക്ഷേ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററുകളാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഏറ്റവും എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം എനിക്ക് സംഗതിയൊക്കെ അറിയാം എന്നുള്ള ചാപ്റ്റർ ലാസ്റ്റിലേക്ക് വെച്ചാൽ അഥവാ നിങ്ങൾക്ക് അറ്റൻറ്റീവ് ആകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റിൽ വെച്ചിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ 2ൻ്റെ വെയിറ്റേജ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏകദേശം ഓരോരോ ചാപ്റ്ററുകളും അതിൻ്റെ വെയിറ്റേജുകളും എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓരോരോ ചാപ്റ്ററായിട്ട് നമുക്ക് നോക്കാം. അതിനകത്തെ ഓരോ ടോപ്പിക്ക് നോക്കാം. ഏതൊക്കെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിട്ടുകളയാതെ പഠിക്കണം എന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ആണ്, സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എളുപ്പമുള്ള പാഠമാണ്. ഏകദേശം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇത്തിരി ശ്രദ്ധയോടെ ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ സംഗതി എന്ന് പറയുന്നത്. ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഫുൾ മാർക്കിന് വേണ്ടി എയിം ചെയ്യുന്ന കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയണേ. ഒരു സർട്ടൈൻ മാർക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ A+ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിക്കണം അല്ലേ. ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് കളയാൻ നമുക്കൊന്നുമില്ല. അതേസമയം നമുക്ക് ഏകദേശം ഒരു മാർക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയോറിറ്റി വെച്ച് തന്നെ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്നുള്ളതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്
പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്തു പോയിട്ടുള്ള സംഭവമാണ്, ഈസി ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കൺസെപ്റ്റുകളുണ്ട് അല്ലേ. മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, അല്ലെങ്കിൽ നമ്മുടെ H2O2 അത് H2O ഉണ്ടാകുന്ന അതിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ്റെ ആ ഒരു എക്സാമ്പിൾ, ഈ സാധനങ്ങളൊക്കെ എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത സാധനം എന്ന് പറയുന്നത് ഡാൽട്ടൺസ് ആറ്റോമിക് തിയറിയാണ്, കൺസെപ്റ്റ് ഓഫ് എലമെൻറ്റ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾ. ഈ ഭാഗം നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് ഉത്തരം എഴുതാൻ ഏകദേശം പറ്റൂലേ. എന്താ എലമെൻറ്റ്, എന്താ ആറ്റം, എന്താ മോളിക്യൂൾ എന്നൊക്കെ നമുക്ക് ഏകദേശം അറിഞ്ഞൂടെ. അപ്പോൾ അറിയാം. ഓക്കെ, അടുത്ത സാധനം ആറ്റോമിക് ആൻഡ് മോളിക്യൂളാർ മാസ്. എന്താണ് ആറ്റോമിക് മാസ്, ഇസഡ് വെച്ച് നമ്മൾ പറയും. എന്താ മോളിക്യൂളാർ മാസ്, ഇങ്ങനത്തെ സംഭവമൊക്കെ. പിന്നെയുള്ളത് മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ് ആണ്. ഈ മോൾ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് 10ാം ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോയിട്ടുള്ള സാധനമാണ് അല്ലേ. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മോൾ കൺസെപ്റ്റ്, എന്താണ് മോളിക്കുലർ മാസ്, എന്താണ് മോളാർ മാസ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഭാഗത്ത് നിന്ന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. അടുത്തത് എംപെരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. എംപെരിക്കൽ ഫോർമുല നമുക്ക് അറിയാമല്ലേ. കാരണം ഏകദേശം ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇന്നതായിരിക്കും എന്നുള്ളൊരു അസംപ്ഷനാണ് എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എംപെരിക്കൽ ഫോർമുല എന്താണ് മോളിക്കുലർ ഫോർമുല, രണ്ടും തമ്മിലുള്ള ബന്ധം എന്ത്, ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അടുത്ത സാധനം സോഷ്യോമെട്രി ആൻഡ് കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ സോഷ്യോമെട്രി ആണ്. ഈ ഭാഗത്തു നിന്ന് പ്രോബ്ലം ആണ് ഉണ്ടാവുക, ഉറപ്പാണ്. ഇതിൽ നിന്ന് കുറേ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ചാപ്റ്റർ പൊതുവേ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണെങ്കിലും അത്യാവശ്യം എളുപ്പമുള്ള പ്രോബ്ലമാണ് ചോദിക്കുക. കാരണം കൺസെപ്റ്റ് അറിയെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റ് എന്താ, മോളിക്കുലാർ മാസ് എന്താ, അവഗാഡ്രോ നമ്പർ എന്താ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉത്തരം എഴുതി പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഓഫ് ആറ്റമും ഏകദേശം ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഏകദേശം കുറേ പരിപാടി നമ്മൾ പഠിച്ചു പോയിട്ടുള്ള സംഗതി തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ വിപുലമായിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ കൂടുതലും ഇതിൻ്റെ തുടക്ക ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ബോർ മോഡൽ ആൻഡ് ലിമിറ്റേഷൻ. ബോർ മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂലേ, നമ്മൾ കുറേ കാലം കേട്ടിട്ടുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, തോംസൻ്റെ ആറ്റോമിക് മോഡലും അതും ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ബോർസ് മോഡലിലേക്ക് വരുന്നു. ബോർ മോഡലിൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടില്ലാത്ത സംഗതി ഇവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം ലൈൻസ് അല്ലേ. അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെയാണ് വരുന്നത്. എങ്ങനെയാണ് ബോർ മോഡലിലേക്ക് എത്തുന്നത്, എന്താണ് അതിൻ്റെ ആക്ച്വൽ തിയറട്ടിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ വരിക. ഹൈഡ്രജൻ്റെ ആ സ്പെക്ട്രൽ സീരീസ്, അതൊക്കെയാണ് ഈ ഭാഗത്തെ നമ്മുടെ പുതിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താ, ഇതിൻ്റെ ലിമിറ്റേഷനും ചോദിക്കാറുണ്ട്. ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ സ്ഥിരം ചോദ്യമാണ്. ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്ത്, അതിൻ്റെ കൺസെപ്റ്റ്സ് എന്ത്, ഈ സാധനം ചോദിക്കാറുണ്ട് അല്ലേ. പിന്നെ വരുമ്പോഴത്തേക്ക് എന്താ, കൺസെപ്റ്റ് ഓഫ് ഷെല്ല് ആൻഡ് സബ് ഷെല്ല്. എന്താണ് ഷെല്ല്, എന്താണ് സബ് ഷെല്ല്, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. SPDF എന്നുള്ള ഷെല്ല്, അതിനകത്തെ സബ് ഷെല്ല്, അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും, ഇങ്ങനത്തെ ഉള്ള സംഗതികളൊക്കെ വരുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുന്നത്. അടുത്തത് എന്താ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് ലൈറ്റും, അതേപോലെ തന്നെ ഡി ബ്രോഗ്ലിയുടെ റിലേഷനും, അതേപോലെ ഹേസൻബർഗിൻ്റെ കൺസെപ്റ്റും. ഈ 3 സാധനം ഞാൻ ഒന്നിച്ച് പറയാനുള്ള കാരണം എന്താണ്, ഇതുവരെ നമ്മൾ പറയും ഷെല്ല് എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് പാത്താണ്. ആ ഡെഫിനിറ്റ് പാത്തിലൂടെയാണ് ഇലക്ട്രോൺസ് സഞ്ചരിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഇവിടെ ഓരോരോ ആറ്റം മോഡൽ പറഞ്ഞു, അതിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞു, അത് ഫെയിലായി പോകാനുള്ള കാരണം പറഞ്ഞു, ബോർ മോഡൽ എങ്ങനെ വന്നു എന്നുള്ള കഥ പറഞ്ഞു, ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞു. എന്നിട്ട് എന്താ, എന്തുകൊണ്ട് ബോർ മോഡൽ ഫെയിലായിപ്പോയി എന്നുള്ളൊരു സാധനം വരികയാണ്. ഈ ഡെഫിനിറ്റ് പാത്ത് എന്നുള്ളൊരു ഷെല്ല് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് റൂൾ ഔട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്ന തിയറീസ് ആണ് ഇത് 3 എന്ന് പറയുന്നത് അല്ലേ. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ നമുക്കറിയാം, ലൈറ്റ് സഞ്ചരിക്കുന്നത് പോലെ. ലൈറ്റ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനെ റേ ആയിട്ടും കണക്കാക്കാം, പാർട്ടിക്കിളായിട്ടും കണക്കാക്കാം എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് മാറ്റർ എന്ന് പറയുന്നു, അതിനൊരു വേവ് ലെങ്ത് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന സംഭവമാണ് ഈ ഒരു ടോപ്പിക്ക്. അതേപോലെ തന്നെ ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത്, ആ ലാംഡ എന്നുള്ള ആ ഒരു ഇക്വേഷൻ. പിന്നെന്താ, ഹേസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ പൊസിഷനും അതേപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റവും നമുക്ക് ഒന്നിച്ച് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഹേസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ ഒരു തിയറിയോടുകൂടി നമുക്ക് പറയാൻ പറ്റും ഡെഫിനറ്റ് ആയിട്ടൊരു പാത്ത് ഉണ്ട് ഇലക്ട്രോൺസിന് കറങ്ങാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് റൂൾ ഔട്ട് ചെയ്യാണ്. അതിൽ നിന്ന് നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് വരും. എന്താണ്, ഈ പ്രോബബിലിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് അല്ലേ. ഇലക്ട്രോൺസ് ഇന്ന സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ളൊരു ഏകദേശ പ്രോബബിലിറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരും അല്ലേ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ്, എന്താണ് ഓർബിറ്റൽ എന്നുള്ള സംഗതിയിലേക്ക് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കോൺസ്റ്റന്റ് നമ്പേഴ്സ് ഉണ്ട് 3 എണ്ണം അല്ലേ. അസിമുത്തൽ
കോണ്ടന്റ് നമ്പർ, അതേപോലെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, അതേപോലെ അങ്ങനെയുള്ള സംഗതികൾ 4 നമുക്ക് സ്പിൻ കോണ്ടന്റ് നമ്പർ, ഇതെല്ലാം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇപ്പോഴല്ലെങ്കിൽ ഇനിയാണെങ്കിൽ ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ യൂസ് ആവുന്ന സംഗതിയാണ് എന്താണ് കോണ്ടന്റ് നമ്പർ എന്നുള്ള ഐഡിയ. ഓക്കെ, പിന്നെന്താ ഷേപ്പ് ഓഫ് SPDF ഓർബിറ്റൽ, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ട് അല്ലേ. ഡംബൽ ഷേപ്പ്, സ്പിരിക്കൽ ഷേപ്പ്, ഡബിൾ ഡംബൽ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്ന ഈ ഒരു ഭാഗമാണ് അതിൻ്റെ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എന്തായി, റൂൾസ് ഓഫ് ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ ഓരോ ഓർബിറ്റലിലും ഫില്ല് ചെയ്യുന്നതിൻ്റെ 3 റൂൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട്? അഫ്ബാവ് പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ തിയറി, അതേപോലെ എന്താ പറയുക ഹൺസ് റൂൾ. ഈ 3 സാധനവും നമുക്ക് പഠിക്കാനുണ്ട്. ഈ 3 സാധനം തിയറി ആയിട്ട് മാത്രമല്ല, ഒരു സാധനത്തിൻ്റെ ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഒരു ഐഡിയ വേണം. ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇത് ഇപ്പോൾ ചോദിക്കുന്നത് മാത്രമല്ല, ഇനിയാണെങ്കിലും +2 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് ഇലക്ട്രോൺസ് ഇങ്ങനത്തെ സംഗതിയൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമെന്നുള്ളത് ഒരു ബേസിക് ഐഡിയ ആണ്. ആ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സംഗതി നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ അറിയണം. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ് ഫിൽഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡേയും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗം കൂടെ അവിടെ നമ്മൾ പഠിക്കണം. അടുത്ത സാധനം എന്ന് പറയുന്നത് എന്താ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്ന ഒരു ഭാഗം അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്? ആദ്യം നമുക്ക് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്താണ്, അല്ലെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലേ. അതായത് ഡോവറൈനിയസ് ട്രയാഡ്സ് അങ്ങനത്തെ സംഗതികളെല്ലാം നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വരുന്നു, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ അല്ലേ. അപ്പോൾ അത് നമ്മൾ ആദ്യം മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ നമ്മളിവിടെ പഠിക്കും. അത് കഴിഞ്ഞാൽ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്, ആറ്റോമിക് റേഡിയൈ, അയണിക് റേഡിയൈ, അതേപോലെ ഇനേർട്ട് ഗ്യാസിൻ്റെ റേഡിയൈ, അയണൈസേഷൻ എൻതാൽഫി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി, ഇതൊക്കെ ഓരോ കൺസെപ്റ്റുകളാണ്. ഇത് നമുക്കൊരു കഥ പോലെ അല്ലെങ്കിൽ ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു ഐഡിയ അല്ല. നമ്മുടെ ഒരു എന്താ പറയുക സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ഐഡിയ ആണ് ഈ സാധനം എന്നുള്ളത്. അതിനെ നമുക്ക് വെച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളൊരു ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളേജ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം. അതായത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ആറ്റോമിക് റേഡിയൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ്. അപ്പോൾ ആറ്റോമിക് റേഡിയൈ ഒരു പീരീഡിനകത്തേക്ക് ഈ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കൂടുകയോ കുറയോ, റൈറ്റിലേക്ക് വരുമ്പോൾ കൂടുകയോ കുറയോ, ഇങ്ങനത്തെ കുറേ ഐഡിയ നമ്മളിവിടെ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ അയണൈസേഷൻ എൻതാൽഫിയും അങ്ങനെ തന്നെ. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആറ്റംസിന് വളരെ ചെറുതായിട്ടുള്ള ന്യൂക്ലിയർ ചാർജ് കൂടുതലായിട്ടുള്ള ആറ്റംസിനെ സംബന്ധിച്ചിടത്തോളം അയണൈസേഷൻ എൻതാൽഫി എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരേക്ക് പാക്ക് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വലിയ ഷെല്ലുകൾ വളരെ ദൂരെ ഇരിക്കുന്ന ആറ്റംസിനെ സംബന്ധിച്ചിടത്തോളം അയണൈസേഷൻ എൻതാൽഫി എങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺസെപ്റ്റുകളില്ലേ, അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള കുറേ അധികം കൺസെപ്റ്റാണ്. എന്തൊക്കെയുണ്ട്? ആറ്റോമിക് റേഡിയൈ, അയണിക് റേഡിയൈ, ഇനേർട്ട് ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ റേഡിയൈ, അയണൈസേഷൻ എൻതാൽഫി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, വാലൻസി, ഇങ്ങനത്തെ സംഗതികളെല്ലാം. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യം, നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ആറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. 100ൻ്റെ മുകളിലുള്ള എന്താ പറയുക എലമെൻറ്റുകൾക്ക് എങ്ങനെ പേരിടും എന്നുള്ളത് IUPACയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് പേരിടാനുള്ള ഒരു റൂള് നമ്മൾ പഠിക്കൂലേ. എന്ത് പ്രിഫിക്സ് ചേർക്കും, എന്ത് സഫിക്സ് ചേർക്കും എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പേരിടാനുള്ളൊരു സംഭവം. ഇത് സ്ഥിരമായിട്ട് ഒരു മാർക്കിനെങ്കിലും ചോദിക്കാറുള്ളൊരു ഭാഗമാണ് ഇതെന്ന് പറയണേ. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഫണ്ണാണ് ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട്, നല്ല രസമുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് ആ ഒരു മാർക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം, പ്രിഫിക്സ് എന്ത് സഫിക്സ് എന്തെന്നുള്ള ആ ഒരു ഐഡിയ പഠിച്ചു വയ്ക്കുക ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോഴത്തേക്കിനും കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലാർ സ്ട്രക്ചറാണ്. ഇതെന്താ ഒരു ആറ്റംസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതിനെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് എലമെൻറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവന്മാർ ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ള കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം? ഒന്ന്, എന്താണ് വാലൻസി, ഏത് രീതിയിലാണ് വാലൻസി വർക്ക് ചെയ്യണത് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വേണം. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യോ ലോസ് ചെയ്യോ ഷെയർ ചെയ്യോ ഇങ്ങനത്തെ കുറേ ഐഡിയാസ് അല്ലേ. പിന്നെന്താ അയണിക് ബോണ്ട് എന്താണ് എന്നുള്ളത് പഠിക്കും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഐഡിയ ഉള്ള സംഭവം തന്നെയാണ് അയണിക് ബോണ്ട് എന്താണെന്നുള്ളത് അല്ലേ. NaCl എങ്ങനെ ഉണ്ടാവുന്നു, KCl എങ്ങനെ ഉണ്ടാവുന്നു, മോസ്റ്റ്ലി സോൾട്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു അയണിക് ബോണ്ട് കൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കുന്ന. അതേപോലെ തന്നെ കോവാലൻ്റ് ബോണ്ട് അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കും. ഈ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ടേംസ് നമ്മൾ പഠിക്കും. പിന്നെന്താ ലിവി സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പഠിക്കും. എന്താണ് ലിവി സ്ട്രക്ചർ എന്നുള്ളത് ഒരു ഐഡിയ വേണം. അതൊരു ബേസിക് സംഭവമാണ് ലിവി സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. വലിയ ക്ലാസ്സിൽ പോകുമ്പോഴാണെങ്കിലും ഒരു സാധനത്തിൻ്റെ ലിവി സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയധികം കൺസെപ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊന്ന്
ഒന്ന് മനസ്സിലാക്കി വെക്കുക ലിവിങ് സ്ട്രക്ചർ എന്താണെന്നുള്ളത്. പിന്നെ ബോണ്ടിൻ്റെ പോളാർ ക്യാരക്ടർ, കോവാലൻ്റ് ബോണ്ടിലുള്ള പോളാർ ക്യാരക്ടർ, ഇതും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. പിന്നെന്താ കോവാലൻ്റ് ക്യാരക്ടർ എന്താണ്, പോളാർ ക്യാരക്ടർ പറഞ്ഞു, കോവാലൻ്റ് ക്യാരക്ടർ. പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി വാലൻസ് ബോണ്ട് തിയറി, സ്ഥിരം ചോദ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിലും വാലൻസ് ബോണ്ട് ഇത് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്കിനെ ചോദിക്കുകയുള്ളൂ. ഈ ഒരു വാലൻസ് ബോണ്ട് തിയറിയിൽ നിന്ന് എന്തായാലും കൂടിയ മാർക്കിനുള്ള 1 വേർഡ് ആയിരിക്കില്ല, കൂടുതൽ മാർക്കിന് തന്നെ ചോദിക്കുന്ന ഭാഗമാണ് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. പിന്നെന്താ റെസൊണൻസ് എന്താണെന്നുള്ളത്, പിന്നെ ജിയോമെട്രി ഓഫ് കോവാലൻ്റ് മോളിക്യൂൾസ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടോപ്പിക്കാണിത്. പിന്നെന്നുള്ളത് VSEPR തിയറി, ഇതും അതെ കൂടുതൽ മാർക്കിന് തന്നെ ചോദിക്കുന്ന ഭാഗമാണ് VSEPR തിയറി എന്നുള്ളത്. ഒരു ആറ്റംസിനെ കുറിച്ചോ ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് VSEPR തിയറി. ഈ ചാപ്റ്ററിലുള്ള ബാക്കിയുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് എന്താ, കൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, എന്താണ് ഹൈബ്രിഡൈസേഷൻ, SP3 SP2 ഇങ്ങനത്തെ സംഗതിയൊക്കെ നമ്മൾ ചുമ്മാ കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഹൈബ്രിഡൈസേഷൻ പഠിക്കണം. +2ലേക്ക് ചെല്ലുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ പഠിക്കുമ്പോഴാണെങ്കിലും ഹൈബ്രിഡൈസേഷൻ നമുക്ക് ആവശ്യമാണ് കുറേയധികം ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇൻവോൾവിങ് SP ആൻഡ് D ഓർബിറ്റൽ ഷേപ്പ് ഓഫ് സം സിമ്പിൾ എന്താ പറയുക കോമ്പൗണ്ട്സ്, ഈ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേയധികം മോളിക്യൂൾസ് ഉണ്ട്, മിക്കവാറും അവരുടെ കാര്യം ഇതിനകത്ത് ചോദിക്കുള്ളൂ. ഓക്കെ, അതായത് NH3 അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ PCl3 ഇങ്ങനത്തെ കുറച്ചധികം കോമ്പൗണ്ടുകളുണ്ട്. ഇവന്മാരെ പഠിച്ചാൽ തന്നെ നമുക്ക് മറ്റുള്ളത് അതിൽ നിന്ന് എഴുതാനും പറ്റും. സ്ഥിരമായിട്ട് ഈ ആൾക്കാരെ തന്നെ ചോദിക്കുകയുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചെണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്നും പഠിച്ചില്ലെങ്കിലും ആ കോമ്പൗണ്ടുകളുടെ കാര്യമെങ്കിലും പഠിച്ചു വെക്കുക, അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് മാർക്ക് കിട്ടും. അടുത്ത സാധനം മോളിക്യുലർ ഓർബിറ്റൽ തിയറിയാണ്, MO തിയറി. ഈ സംഭവം എന്ന് പറയുന്നതും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചോദിച്ചാൽ നല്ല മാർക്കിനെ ഇത് ചോദിക്കുകയുള്ളൂ. 1 വേർഡ് ആയിട്ടൊന്നുമല്ല, അതിൽ കൂടുതൽ മാർക്കിന് തന്നെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ് ഈ മോളിക്യുലർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഹൈഡ്രജൻ ബോണ്ട്, ബേസിക് കൺസെപ്റ്റാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇൻട്രാമോളിക്കുലർ ബോണ്ടും ഇന്റർമോളിക്കുലർ ബോണ്ടും എന്താണെന്നുള്ളത് പഠിച്ചാൽ തന്നെ ഈസി ഉത്തരം എഴുതാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ട് ഒരു ബേസിക് കൺസെപ്റ്റാണ്. ഇതേപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കാര്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിനും ചില കോമ്പൗണ്ടുകളുടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് കാരണം ഹൈഡ്രജൻ ബോണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പോൾ എന്താ ഹൈഡ്രജൻ ബോണ്ട് എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ബേസിക് കൺസെപ്റ്റാണ് എന്താണ് ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോഴത്തേക്കിനും കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂ കൺസെപ്റ്റാണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്നുള്ളത് അല്ലേ. കുറച്ച് ചെറിയ ചാപ്റ്റർ തന്നെയാണിത്. ഇതിനകത്ത് എന്താണ് സിസ്റ്റം എന്നുള്ളത് ആദ്യം പഠിക്കും. 3 തരം സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, അഡിയബാറ്റിക് സിസ്റ്റം. ഇങ്ങനെയുള്ള സിസ്റ്റം എന്താണ്, യൂണിവേഴ്സ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഈ സിസ്റ്റവും യൂണിവേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇനി നമ്മൾ പഠിക്കാൻ പോകണം അല്ലേ. അപ്പോൾ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, ടൈപ്പ് ഓഫ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്, വർക്ക്, ഹീറ്റ്, എനർജി, ഇങ്ങനത്തെ സാധനം സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെന്താ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അതിൻ്റെ എക്സാമ്പിളുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എളുപ്പമാണ്. പിന്നുള്ളത് ഇൻറ്റേർണൽ എനർജി ആണ് അല്ലേ. ഇൻറ്റേർണൽ എനർജിയും എൻതാൽഫിയും, എൻതാൽഫി ഡെൽറ്റ എച്ച് എന്നുള്ള സാധനം നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. പിന്നുള്ളത് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇതും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം എന്താ സാധനം എന്നുള്ളത് അല്ലേ. പിന്നുള്ളത് മെഷർ ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച്, ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജിയുടെ മെഷർ, ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽഫിയുടെ മെഷർ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഹെസസ് ലോ എന്താണെന്നുള്ളത്, ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സബ്മേഷൻ. പിന്നെ എൻതാൽഫി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ, കമ്പഷൻ, ഫോർമേഷൻ. എൻതാൽഫി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഓരോരോ പ്രോസസ്സിലുമുള്ള എൻതാൽഫി ചേഞ്ച് എന്താണെന്നുള്ളത് പഠിക്കുന്നതാണ് ഈ ഭാഗത്ത്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒന്ന് ബോണ്ട് ഡിസോസിയേഷനിൽ ഉണ്ടാകുന്ന എൻതാൽഫി, പിന്നെ കമ്പസ്റ്റനിൽ ഉണ്ടാകുന്നത് ഒരു സാധനത്തിൻ്റെ ഫോർമേഷനിൽ, ആറ്റോമൈസേഷനിൽ, സബ്ലിമേഷനിൽ, അതേപോലെ ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് എൻതാൽഫിക്ക് എന്ത് ചേഞ്ച് വരുന്നു, അതുപോലെ അയണൈസേഷൻ, സൊല്യൂഷൻ, ഡൈല്യൂഷൻ, ഇങ്ങനെയുള്ള പല കൺസെപ്റ്റുകളിലും എന്താണ് എൻതാൽഫിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കുക. എൻതാൽഫി എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ എന്താണ് എൻതാൽഫിക്ക് വ്യത്യാസം ഉണ്ടാവുക എന്നുള്ള കാര്യം അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ എന്തൊക്കെയുണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു, അതോടൊപ്പം തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് എൻട്രോപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ, എൻട്രോപ്പിയിലെ എസ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ്, ഈ സാധനം നമുക്കിവിടെ പഠിക്കാനുണ്ട്. പിന്നെ എൻട്രോപ്പി എന്താണ്, എൻതാൽഫി എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ
അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഡെൽറ്റ ജി എന്നുള്ള ഗിബ്സ് എനർജി എന്താണ് എന്നുള്ള ബേസിക് കൺസെപ്റ്റ് പഠിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഗിബ്സ് എനർജി എന്താണെന്നുള്ളത്. പിന്നെ അതിനകത്ത് ചേഞ്ച് ഇൻ സ്പോണ്ടേനിയസ് ചേഞ്ച് ആണോ നോൺ സ്പോണ്ടേനിയസ് ചേഞ്ച് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പരിപാടി. ഇത് സ്ഥിരമായിട്ട് ഈ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ തന്നിട്ട് ഇത് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്നുള്ള ടൈപ്പിലുള്ള കുറേ ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട്. പിന്നെന്താ ക്രൈറ്റീരിയ ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്. പിന്നെയുള്ളത് എന്താ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെങ്കിലും തെർമോഡൈനാമിക്സിൽ മനസ്സിലാക്കിയിട്ട് വെച്ചേക്കാം. അങ്ങനെ തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ഈ ചാപ്റ്റർ മൊത്തം ഇരുന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കുറേ പോർഷൻസ് മാത്രമെങ്കിലും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇതിനകത്ത് ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ് ഇതൊരു തുടക്കത്തിൽ വരുന്ന പോയിൻ്റാണ്. ഫിസിക്കൽ പ്രോസസ്സിലും കെമിക്കൽ പ്രോസസ്സിലും ഉണ്ടാകുന്ന ഇക്വിലിബ്രിയത്തിൻ്റെ ചേഞ്ച്, എങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യം. പിന്നെ ഡൈനാമിക് നേച്ചർ ഓഫ് ഇക്വിലിബ്രിയത്തിൻ്റെ ഡൈനാമിക് ചേഞ്ചർ. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ് അല്ലേ, കോൺസെൻട്രേഷനിൽ മാറ്റം വന്ന, ഹീറ്റിൽ മാറ്റം വന്ന, ഒക്കെ പ്രഷറിൽ മാറ്റം വന്നാലൊക്കെ ഇക്വിലിബ്രിയം ആൾട്ടർ ആവും, വീണ്ടും അത് റീ അറ്റൈൻ ചെയ്യും. അപ്പോൾ ആ കാര്യം പറയുന്നു ഇവിടെ. പിന്നെ ലേ ഷാട്ട്ലിയറുടെ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി കേട്ടോ. അതിന് മുമ്പ് നമുക്ക് എന്താ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ഇതും ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് തരും. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഹീറ്റ്, ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചറൊക്കെ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിന് എന്ത് മാറ്റം വരുന്നു, പ്രൊഡക്റ്റ് സൈഡ് കൂടുമോ അതേപോലെ റിയാക്ടൻ്റ് സൈഡ് കൂടുമോ, ഇങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ 10ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മുമ്പത്തെ ടെക്സ്റ്റിൽ. ഇനി വരുന്ന ടെക്സ്റ്റിൽ അതുണ്ടോ എന്ന് അറിയില്ല. മുമ്പത്തെ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ് ലേ ഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ, അമോണിയയുടെ ഫോർമേഷൻ അല്ലേ. അമോണിയയുടെ ഫോർമേഷൻ വെച്ചിട്ട് പഠിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് അയണിക് ഇക്വിലിബ്രിയം, അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ഈ ഭാഗമാണ് ഈ ഒരു ആസിഡ്സ് ആൻഡ് ബേസസ്, ഇതാണ് ഇതിൽ ചോദിക്കുന്നത്. പിന്നെ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഈ സംഭവം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനറൽ ആസിഡ് ആണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ഒരു വെള്ളത്തിലേക്ക് അലിയിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ടോട്ടലി ഡിസോസിയേറ്റ്. അതേസമയം വീക്ക് ആണെങ്കിൽ എന്തായിരിക്കും, അവർ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല, അതിനകത്തൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും ഈ ഡിസോസിയേഷനിൽ. അങ്ങനെ അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള അയോൺസിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇക്വിലിബ്രിയത്തിൽ. അത് കഴിഞ്ഞാലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആസിഡ് സ്ട്രെങ്ത് ആണ്. ഈ ആസിഡ് സ്ട്രെങ്ത്തും ഇതേപോലെ ആ ഒരു ഡിസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഗതിയാണ്. പിന്നെ കൺസെപ്റ്റ് ഓഫ് pH ഇത് ചോദിക്കാറുണ്ട്, കൺസെപ്റ്റ് ഓഫ് pHുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പിന്നെ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്. ഓക്കെ, പിന്നെ ബഫർ സൊല്യൂഷൻ, എന്താണ് ബഫർ സൊല്യൂഷൻ എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. പിന്നെന്താ സോലുബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്. പിന്നെ കോമൺ അയോൺ എഫക്റ്റ് സ്ഥിരം ചോദ്യം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തിൽ നമുക്ക് ഇക്വിലിബ്രിയത്തിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു, റെഡോക്സ് റിയാക്ഷൻസ്. വെയിറ്റേജ് നോക്കുന്ന സമയത്ത് കുറച്ച് മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് റെഡോക്സ് റിയാക്ഷൻ. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് പഠിക്കാനുള്ളത്? ഒന്ന്, എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, എന്താണ് ഓക്സിഡേഷൻ എന്താണ് റിഡക്ഷൻ എന്നുള്ളത് അല്ലേ. പിന്നെന്താ റിഡോക്സ് റിയാക്ഷൻസ് എന്താണെന്നുള്ളത്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്നുള്ളത്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ, ഓക്സിഡേഷൻ നമ്പർ. പിന്നെന്താ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ലോസ് ആൻഡ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് റിഡോക്സ് റിയാക്ഷനിലുള്ളൂ. ചെറിയ ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഒരു സാധനത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇലക്ട്രോൺ ഗെയിന്, ഹൈഡ്രജൻ്റെ അക്സെപ്റ്റേഷൻ, അല്ലെങ്കിൽ ഓക്സിജൻ അക്സെപ്റ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക റിലീസിങ്, അതല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാകുന്ന റൈസ് അല്ലെങ്കിൽ കുറവ്, ഇങ്ങനെ കൺസെപ്റ്റുകൾ പലതും. എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്നു. പിന്നെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് പഠിക്കുന്നു. പിന്നെ ഒരു റിയാക്ഷനകത്ത് ഓരോ സാധനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നമ്മൾ നോക്കും. എന്നിട്ട് ഏത് എലമെൻറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ഏതിന് റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് പറയും. പിന്നെ ഈ റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് പറയും. ഇത്രയും പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് മുഴുവനും കയ്യിലായി. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഇത്. പിന്നെ ഈ റെഡോക്സ് റിയാക്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതും കൂടെ നോക്കിയാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ്. അടുത്ത ചാപ്റ്റർ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന സാധനം. ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന
കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ശരിക്കും ബേസിക് കൺസെപ്റ്റാണ്. ഒരുപാട് റിയാക്ഷനും സാധനങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. എന്താ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള വളരെ ബേസിക് ഐഡിയ ആണ് ഈ ചാപ്റ്റർ മൊത്തം നമ്മളോട് പറയുന്നത്. ആദ്യം മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക്ക്. പിന്നെന്താ IUPAC വെച്ചിട്ട് ഓരോരോ എലമെൻറ്റുകൾക്കും എങ്ങനെ നോമൻക്ലേച്ചർ കൊടുക്കുന്നു. നമുക്കറിയാം ആൽക്കീൻ, ആൽക്കൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതിന് ബോണ്ട് അനുസരിച്ചിട്ട് പേര് കൊടുക്കുന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് അനുസരിച്ച് പേര് കൊടുക്കും. ഇങ്ങനെ ആ ഒരു നോമൻക്ലേച്ചറിൻ്റെ ഐഡിയ നമ്മളിവിടെ പഠിക്കും. പിന്നെ ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ കോവാലൻ്റ് ബോണ്ട്, കോവാലൻ്റ് ബോണ്ടിനകത്ത് വരുന്ന ആ ഒരു ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ്, റെസൊണൻസ്, അതേപോലെ ഹൈപ്പർ കോൺജുഗേഷൻ, ഇങ്ങനത്തെ കുറേ കൺസെപ്റ്റുകൾ ഇവിടെ പഠിക്കും. അതിനുശേഷം എന്താ ഹോമോലിറ്റിക് ആൻഡ് ഹെട്രോലിറ്റിക് ഫിഷൻ ഓഫ് എ കോവാലൻ്റ് ബോണ്ട്, കോവാലൻ്റ് ബോണ്ടിനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഫിഷൻ്റെ പ്രത്യേകതകൾ. പിന്നെന്താ ടൈപ്പ് ഓഫ് ഓർഗാനിക് റിയാക്ഷനുകൾ, പല ടൈപ്പിലുള്ള റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഏകദേശം ഐഡിയ ആയി. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്തും എന്താണ് വളരെ ബേസിക് ഐഡിയ, എന്താ ഹൈഡ്രോ കാർബൺ, എന്താ അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ആദ്യം ഹൈഡ്രോ കാർബൺസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. ഇവിടെയും ആ ബോണ്ട് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിക്കും. എന്താണ് അലിഫാറ്റിക്, എന്താണ് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്നൊക്കെ നമ്മൾ പഠിക്കും. അലിഫാറ്റിക് കോമ്പൗണ്ടുകളിൽ തന്നെ അതിനെ റിങ് ആക്കാത്ത ടൈപ്പ് ആൾക്കാരാണ് അല്ലേ. ഈ അലിഫാറ്റിക് കോമ്പൗണ്ടുകളിൽ തന്നെ നമുക്കറിയാം ആൽക്കേനുകളുണ്ട്, സിംഗിൾ ബോണ്ടുള്ള ആൾക്കാർ, ആൽക്കീനുകളുണ്ട്, ഡബിൾ ബോണ്ടുള്ളവർ, ആൽക്കൈനുകളുണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് ആൽക്കേൻ എടുക്കുന്നു. ആൽക്കേലിൻ്റെ നോമൻക്ലേച്ചർ, ഐസോമെറിസം, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, അതിലുണ്ടാവുന്ന കുറച്ച് റിയാക്ഷൻ ആയിട്ടുള്ള ഹാലോജിനേഷൻ, കമ്പസ്റ്റൻ, അങ്ങനത്തെ ഉള്ള റിയാക്ഷനുകളും ഇവിടെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞു ആൽക്കീനിലേക്ക് നമ്മൾ പോകുന്നു. സെയിം സാധനം തന്നെ, നോമൻക്ലേച്ചർ, സ്ട്രക്ചർ, അതിൻ്റെ ഐസോമെറിസം, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ആൽക്കീനുകൾ പൊതുവേ കാണിക്കുന്ന കുറച്ചധികം റിയാക്ഷൻസ്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ തീർന്നു. അത് കഴിഞ്ഞാൽ ആൽക്കൈൻ, ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തും എന്താ സെയിം പരിപാടി, നോമൻക്ലേച്ചർ, സ്ട്രക്ചർ, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, കുറച്ച് റിയാക്ഷൻസ്, പലതരത്തിലുള്ള റിയാക്ഷൻസ് അവർ കാണിക്കുന്നതിലെ പ്രത്യേകത. ഇത്രയും പഠിക്കുന്നതോടുകൂടി 3 ടൈപ്പ് അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് കഴിയുന്നു. പിന്നെ അരോമാറ്റിക്കിലേക്ക് കിടക്കുന്നു, സൈക്ലിക് സ്ട്രക്ചർ ഉള്ള ആൾക്കാർ അല്ലേ. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എന്താണെന്ന് പഠിക്കുന്നു. പിന്നെന്താ ഇതിനകത്ത് ബെൻസീൻ റിങ്ങുകൾ ഉണ്ടാവും അല്ലേ. സൈക്ലിക് ആയിട്ട് ബെൻസീൻ റിങ്ങിൽ ഉണ്ടാവുന്ന പലതരം സംഭവങ്ങളാണ് അരോമാറ്റിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ബെൻസീൻ എന്താണെന്ന് പഠിച്ചു. ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ, റെസൊണൻസ് കാരണം ഉണ്ടാകുന്ന ബെൻസീൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്താണെന്ന് പഠിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻഫ്ലുവൻസ്, അത് സാച്ചുറേറ്റഡ്, അതിൻ്റെ എന്താ പറയുക മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ, ഓർത്തോ പാരാ പൊസിഷൻ, ഇങ്ങനെ കുറേ കൺസെപ്റ്റുകൾ ഇതിനകത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് ഈ പറയുന്ന എന്താ പറയുക ഹൈഡ്രോ കാർബണുകളുടെ അല്ലെങ്കിൽ ബെൻസീൻ ലൈക്ക് സ്ട്രക്ചറുകളുടെ കുറച്ചധികം എന്താ പറയുക എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കാർസിനോജെനിസിറ്റി, ടോക്സിസിറ്റി, അതിനുണ്ടാകുന്ന കുറച്ചധികം ആപ്ലിക്കേഷൻസും അതിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും അതിൻ്റെ കുറച്ചധികം ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചു. പറഞ്ഞു പോയി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്നുള്ളതും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയുന്ന റിവിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മൾ വൃത്തിക്ക് പഠിച്ചു. ഈ സംഭവങ്ങളോടെ കൂടി വിത്ത് ദിസ് സ്റ്റഫ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുക അല്ലേ. ക്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്തുണ്ടാവും, 4 സെക്ഷനിലായിട്ടായിരിക്കും പൊതുവേ ചോദ്യം ചോദിക്കുക അല്ലേ. ABCD എന്ന് പറയുന്ന സെക്ഷനായിരിക്കും. ചിലതിൽ സെക്ഷൻ A, സെക്ഷൻ B തന്നിട്ടുണ്ടാവും, ചിലതിൽ അത് തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കറിയാം പല സെക്ഷനാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ ഉണ്ടാവുക. 5 ചോദ്യം തരും, അതിൽ നിന്ന് 4 എണ്ണം എഴുതാനായിട്ട് പറയും. പിന്നെ അടുത്ത സെക്ഷൻ Bയിലേക്ക് വരുമ്പോഴത്തേക്കിന് 10 ചോദ്യം തരും, 8 എണ്ണം എഴുതാനായിട്ട് പറയും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള അനാലിസിസ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 മാർക്കിൻ്റെ തന്നു, 4 എണ്ണം എഴുതാൻ പറഞ്ഞു. ഓരോന്നിനും ഓരോ മാർക്കാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു സെക്ഷനിൽ നിന്നും തന്നെ 4 മാർക്ക് കിട്ടി. 1 വേർഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്. അടുത്ത സ്ഥാനത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും 10 മാർക്കിൻ്റെ ചോദ്യമാണ്, 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ നിന്ന് 8 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ ആ ഭാഗത്ത് നിന്ന് 8 ചോദ്യം എഴുതിയാൽ 16 മാർക്ക് കിട്ടി. ഈ ഭാഗത്ത് 2 സെൻറ്റൻസ് ആയിട്ടുള്ളതായിരിക്കും വരിക. ഈ കൂട്ടത്തിൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സെക്ഷൻ ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതാണ് എന്ന് പറയും, സെക്ഷൻ B ആണെന്ന് പറയും. കാരണം ഇതിനകത്ത് 2 or 3 സെൻറ്റൻസിൽ നമ്മൾ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളായിരിക്കും.
പക്ഷേ കുറച്ച് അധികം കൂടുതൽ കൺസെപ്റ്റുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് കയറി ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ പ്രിസൈസ് ആയിട്ട് 2 മാർക്കിന് എഴുതുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ചലഞ്ച്. ഇവിടെ നമ്മൾ കുറേ കഥ എഴുതിക്കൊണ്ടിരുന്ന ലാസ്റ്റത്തെ 4 മാർക്കിൻ്റെ ചോദ്യം എഴുതാനായിട്ട് നമ്മൾ മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടത്തെ കാര്യം എന്താണ്, ചോദ്യം എന്ത് ചോദിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഐസോമറസത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ഐസോമറസം എന്തെന്നുള്ള കഥ മൊത്തം എഴുതിയിട്ട് ആ ഐസോമറസം എഴുതേണ്ട കാര്യമില്ല. സ്ട്രക്ചറൽ ഐസോമറസം എന്താണ്, ബെൻസീനിൻ്റെ എന്താ പറയുക ഐസോമറിസം എന്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളോട് ചോദിക്കുകയാണ് ബെൻസീൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2 മാർക്കിനുള്ള കൺസെപ്റ്റ് മാത്രം എഴുതുക. അല്ലാതെ ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ എന്ത്, അതിനകത്തുള്ള കുറേ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത്, റിയാക്ഷൻ എന്ത്, ഈ കഥയൊന്നും നമ്മളവിടെ എഴുതേണ്ട ആവശ്യമില്ല. അതാണ് സെക്ഷൻ ബിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സെക്ഷൻ ബി നമ്മൾ മുഴുവൻ എഴുതിയാൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് 16 മാർക്ക് നമുക്ക് കിട്ടി. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ സെക്ഷൻ സി ആണ്. ഇവിടെ 10 ചോദ്യം തരും, 8 മാർക്കിന് നമ്മളോട് 8 ചോദ്യങ്ങൾ നമ്മളോട് എഴുതാൻ പറയും. ഓരോരോ ചോദ്യത്തിനും 3 മാർക്കാണുള്ളത്. അങ്ങനെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് 24 മാർക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടും. അപ്പോൾ ഈ കൂട്ടത്തിലെ ഓരോരോ സെക്ഷൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സി ആണ്. ഇതും എന്താണ്, കുറച്ച് ട്രിക്കി പാർട്ടാണ്. എന്താണ്, ഇതിനുള്ളിൽ നമ്മൾ എഴുതണം. പക്ഷെ എന്താ, 2 മാർക്ക് പോലെയല്ല, കുറച്ചധികം കഥ എഴുതിയാലും ആ ഭാഗത്തുനിന്ന് നമുക്ക് 3 മാർക്ക് കിട്ടുകയെ ഒരു ചോദ്യത്തിനെ. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് എന്താണ്, കുറച്ചുകൂടെ അധികം 2 മാർക്കിന് എഴുതിയതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്, സെക്ഷൻ ഡിയിലേക്ക്. ഈ ഭാഗത്തുനിന്ന് നമുക്ക് 5 ചോദ്യം തന്നിട്ട് 4 എണ്ണം എഴുതാൻ പറയും. ഓരോ ചോദ്യത്തിന് 4 മാർക്കുണ്ട്. അങ്ങനെ ഈ ഭാഗത്തുനിന്ന് 16 മാർക്ക് കിട്ടി. ഈ ഭാഗത്ത് നമ്മൾ ലോങ് മുതൽ മീഡിയം വരെ നമ്മൾ എഴുതി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ചോദ്യം എഴുതുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ആദ്യം എഴുതി പോകും അല്ലേ. ഇപ്പോൾ ഈ സെക്ഷൻ സിനകത്ത് നമുക്ക് ഒരു ചോദ്യം ഇത്തിരി നമുക്ക് കുറേ അധികം കഥ എഴുതാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കുറച്ച് സ്ഥലം വിടുക. നമ്മൾ കുറച്ച് കാര്യം എഴുതി എന്നിട്ട് കുറച്ച് സ്ഥലം വിടുക. എന്നിട്ട് ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇനി സമയമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഫില്ല് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സെക്ഷൻ സിയിൽ കുറച്ചധികം നമ്മൾ എഴുതിപ്പോയാലും കുറ്റമില്ല, പക്ഷേ എന്ത് വേണം, സമയം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഈ സെക്ഷൻസ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്താൽ മാത്രമേ ടൈം മാനേജ് ചെയ്ത് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളയുന്ന സമയം എന്ന് പറയുന്നത് 4 മാർക്കിൻ്റേത് എഴുതാനുള്ള സമയമാണ് നമ്മളവിടെ കളയുന്നത്. ഓക്കെ, 3 മാർക്കിനും 4 മാർക്കിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരിക്കലും 2 മാർക്കിനും 1 മാർക്കിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെക്ഷൻ വൈസായിട്ട് ഉത്തരങ്ങൾ കാണുമ്പോൾ അവിടെ നമ്മൾ വൈസ്ലി നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, നേരത്തെ നമ്മളവിടെ എത്തണം അല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷൻ ഇല്ലാതെ നേരത്തെ എത്തി ഒന്ന് സെറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സ്റ്റേ കാം അല്ലേ, കാമായിട്ടിരിക്കുക. ആ കാം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു കൂൾ ഓഫ് ടൈം കിട്ടും അല്ലേ, ആദ്യത്തെ 15 മിനിറ്റ്. ഈ 15 മിനിറ്റിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്കറിയാം ഓൾറെഡി നമ്മൾ സെക്ഷൻ ഓരോന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു 5 ചോദ്യം തരും 4 എഴുതാൻ പറയും, 10 ചോദ്യം തരും 8 എഴുതാൻ പറയും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നത് എനിക്ക് അറിയില്ല, ഇത് എഴുതുന്നില്ല ഞാൻ, ഇന്നതൊക്കെ എനിക്ക് നല്ലോണം അറിയാം, അത് എഴുതുന്നുണ്ട് എന്നുള്ള ടൈപ്പ് കുറേ അധികം ചോദ്യം ഉണ്ടാവും. ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ആ ഒരു പ്ലാൻ അങ്ങോട്ട് ഉണ്ടാക്കുക. ഇന്നതാ ഞാൻ എഴുതാതിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയാം. എന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് വട്ടമിട്ട് വയ്ക്കുക. ഇപ്പോൾ 8 ചോദ്യം എഴുതേണ്ട സ്ഥലത്ത് 7 എണ്ണേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടി അറിയാത്ത അല്ലെങ്കിൽ തീരെ അറിയില്ല എന്നുള്ള സാധനങ്ങൾ നമ്മൾ വട്ടമിട്ട് വയ്ക്കുക. എഴുതാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളെല്ലാം എഴുതിയ ശേഷം ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വട്ടമിട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാമല്ലേ, ക്വസ്റ്റ്യൻ നമ്പറിന് ചുറ്റും മാത്രം വട്ടമിട്ട് വയ്ക്കുക, അത് കാണാമല്ലേ. എന്നിട്ട് ആ സാധനം നമ്മൾ റീവിസിറ്റ് ചെയ്യുക, വീണ്ടും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ സെക്ഷൻ വൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ പോലെ ഈ ഭാഗത്തുനിന്ന് 5 ചോദ്യം തന്നിട്ടുണ്ട് 4 എണ്ണം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് 10 ചോദ്യം തന്നിട്ടുണ്ട് 8 എണ്ണം എഴുതിയാൽ മതി. അതിനകത്ത് 10 എണ്ണവും എഴുതാൻ വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ 2 ചോദ്യം എഴുതി വെക്കരുത്. ആദ്യം അവർ ചോദിച്ചിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ എഴുതണം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ നമ്മൾ എഴുതി സമയം കളഞ്ഞാൽ മതി. എക്സ്ട്രാ എഴുതുന്നതിന് നമുക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടിക്കൊള്ളണമെന്നൊന്നും ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചോദിച്ച ചോദ്യങ്ങളുടെ നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് നമ്മൾ എവിടെയാണ് തീരുമാനിക്കേണ്ടത്, ഈ ഫസ്റ്റത്തെ ആ ഒരു 15 മിനിറ്റിലെ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ തീരുമാനിക്കണം ഇന്നത് ഞാൻ എഴുതും, ഇന്നത് ഞാൻ എഴുതില്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ ഒരു റിവൈസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് പ്രിപ്പയർ ആവുക. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടൈം വെച്ച് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സാം ഉണ്ട്. ആ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ
റീഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഓരോ ചോദ്യങ്ങളുടെയും ഇൻസ്ട്രക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 10 ചോദ്യം തന്നിട്ടുണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്ക്, റൈറ്റ് 8 ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എഴുതുക, എത്രയും മാർക്ക് ഉണ്ട് ഓരോന്നിനും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് മാത്രമുള്ള ഉത്തരം എഴുതുക. നിങ്ങൾ കൂടുതൽ എഴുതിയെന്ന് കരുതിയിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് 5 മാർക്ക് ഇട്ട് തരാൻ പോകുന്നില്ല അല്ലേ? എന്നാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റിന് നമ്മൾ 2 വരെ എഴുതി വെച്ചിട്ട് അതൊക്കെ മതിയെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ അറിവ് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കളയാൻ പോകുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ എന്തായാലും അത് എഴുതുകയും ചെയ്യണം അല്ലേ? അപ്പോൾ കൂടുതൽ മാർക്ക് ഉള്ളതിൽ നമ്മളത് മുഴുവൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താ, ഓർഗനൈസ് സ്പേസ് ഓർഗനൈസ് ചെയ്യുന്നതിലും ഞാൻ ഈ പറഞ്ഞ സംഗതി തന്നെയാണ്. എന്താണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് ആവശ്യപ്പെടുന്ന അത്രയും സ്ഥലം മാത്രം, അത്രയും കണ്ടൻറ്റ് മാത്രം അവിടെ എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറേ എഴുതാനുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പോയിൻറ്റ്സ് ആക്കിയിട്ടോ ഡയഗ്രാം ആയിട്ടോ ഒക്കെ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു സ്പേസിനെ നമ്മൾ വൃത്തിക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നേരെ 24 എഴുതി, പിന്നെ 22 എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 5 എഴുതി, ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് ജഗിൾ ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജഗിൾ ചെയ്യാം, പക്ഷേ എൻ്റെ ഒരു ഐഡിയയിൽ സെക്ഷൻ എയ്ക്കകത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം അടുത്തെഴുതാൻ ശ്രദ്ധിക്കുക, സെക്ഷൻ ബിയിലത്തേതെല്ലാം അടുത്തെഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിലും ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് ജഗിൾ ചെയ്യരുത്. അത് ഭയങ്കര നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ നമ്പറുകൾ വിട്ടുപോകാനുള്ളൊരു സാധ്യതയും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക എഴുതുന്ന സമയത്ത്. ഓക്കെ, പിന്നെന്താ, ടൈം പ്ലാൻ ചെയ്യുക. അതായത് ഇത്ര മാർക്കിന് ഇത്ര സമയം കളയും, അല്ലെങ്കിൽ ഇത്ര മണിയാവുമ്പോഴത്തേക്കിനും ഇത്ര ഭാഗം ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിയും, അല്ലെങ്കിൽ സെക്ഷൻ 1ഉം 2ഉം ഇത്ര മണിക്കൂറിനില്ല, 3/4 മണിക്കൂറിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്ത് കഴിയും. ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടല്ലോ, ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഈ സംഭവം ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ടൈം അനുസരിച്ചിട്ടിരിക്കൂലേ. ആ ഒരു സംഭവം പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോഴേ ഈ ഒരു ഐഡിയ നമുക്ക് വരുള്ളൂ അല്ലേ. പിന്നെന്താ ചെയ്യുക, മാനേജ് സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ് ഉണ്ടാവരുത്. അപ്പോൾ എന്താ, സ്ട്രെസ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ്സിലിരുന്നതിൻ്റെ കുറേ ഓർമ്മ വെച്ചിട്ട് അറിയാത്ത ചോദ്യമാണെങ്കിൽ പോലും നമുക്ക് കുറേ എഴുതാനായിട്ട് പറ്റും. പക്ഷേ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയുന്ന ചോദ്യം പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റാതെ ആയിട്ട് വരും. പിന്നെന്താ, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഷെഡ്യൂളിനനുസരിച്ചിട്ട് തന്നെ പഠിച്ചു പോവുക. ഇതെന്താ, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഒരു സാധനം പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന ദിവസം ഇന്നത് റിവൈസ് ചെയ്യും എന്നുള്ളൊരു ഐഡിയ. കെമിസ്ട്രി മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് വേറെ കുറേ കാര്യം നമുക്ക് പഠിക്കാനുണ്ട് ഓരോ സബ്ജക്റ്റിലും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഓരോന്നിൻ്റെയും നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് അനുസരിച്ചിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി റിവൈസ് ചെയ്യുക. പിന്നെന്താ, നമ്മുടെ വീക്ക് ഏരിയാസ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെന്താ, ഓരോരോ സംഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം ഒരു ആക്റ്റീവ് റീകോൾ വേണം. ഒരിക്കൽ പഠിച്ചു എന്നിട്ട് അത് നമ്മൾ അടച്ചു വെക്കുക, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു റിവിഷൻ ടൈം അല്ലെങ്കിൽ സ്റ്റഡി ലീവ് കുറേ ദിവസം കിട്ടുകയാണെങ്കിൽ കൂടി അതിനിടയിൽ നമ്മൾ പഠിച്ച സംഭവങ്ങൾ ഇടയിൽ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മാത്സിൻ്റെ സംഭവം മൊത്തം കഴിഞ്ഞ് അതിനെ എടുത്തു വെച്ചിട്ട് കുറേ കാലം കെമിസ്ട്രിയും ഫിസിക്സും കഴിഞ്ഞ് വീണ്ടും മാത്സിക്ക് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഓർമ്മയില്ലാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിക്സ്ഡ് ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെയുള്ളത് സമ്മറൈസ് കീ പോയിന്റുകളെ സമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ കൂടി ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ കീ പോയിന്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എപ്പോഴും മറക്കും എന്നുള്ള ഐഡിയാസൊക്കെ എഴുതി വെക്കുക. അപ്പോൾ എക്സാം ഹാളിൽ പോയിട്ട് അതിൻ്റെ മുമ്പ് നമ്മൾ വെറുതെ നിൽക്കുമ്പോഴാണെങ്കിലും മറിച്ച് നോക്കിയാൽ ഈ പോയിന്റ് മാത്രം നമുക്ക് വായിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ എന്താ, ഒരു ടെക്സ്റ്റ് മാത്രം നോക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് കീ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് മൊത്തം മറച്ചിരുന്നിട്ട് തപ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കീ പോയിന്റ്സ് വെച്ചിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈം മാനേജ്മെൻറ്റും സംഗതികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടെസ്റ്റ് പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാലേ അതിനുള്ളൊരു ഐഡിയ വരുള്ളൂ. പിന്നെയുള്ളത് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ പഠിക്കുന്നതിനും ഒരു ഓർഗനൈസേഷൻ വേണം. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഇത്ര മാർക്കിൻ്റെ ചാപ്റ്റർ ഇങ്ങനെ, ഈ ചാപ്റ്ററിന് നിറയെ വെയിറ്റേജ് ഉണ്ട്, അത് കൂടുതൽ പഠിച്ചു, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വേണം. എക്സാം എഴുതുമ്പോഴാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷൻ വേണം. ഓക്കെ, അപ്പോഴേ ഇല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതി കുറേ കഴിഞ്ഞ് വേറെ എഴുതി, ഈസി ക്വസ്റ്റ്യൻ നിറയെ എഴുതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം അറിയുന്ന സാധനം എഴുതി, അറിയാത്ത സാധനങ്ങൾ നമ്മൾ ലാസ്റ്റിക്ക് വെക്കുമ്പോൾ തുടക്കത്തിലേത് വായിച്ചു കഴിയുമ്പോൾ തന്നെ ടീച്ചർക്ക് ഒരു ഇമ്പ്രഷൻ, കുട്ടിക്ക് എല്ലാം അറിയാം എന്നൊരു സംഗതി വരണം അല്ലേ. അല്ലാതെ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്ത് വിടരുത്. ഏറ്റവും അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി, അങ്ങനെ എന്ന് വെച്ചാൽ ഒരുപാട് ജഗിളും ആവരുത്. ആ ഒരു രീതിയിലൊന്ന് മാനേജ് ചെയ്ത് നമ്മൾ നോക്കുക. ഈ മാനേജ്മെൻറ്റിനും നമ്മൾ എന്ത് വേണം, പ്രാക്ടീസായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു പരിപാടി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ +1 ലുള്ള
ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സ് ഇതെല്ലാം എങ്ങനെ റിവൈസ് ചെയ്യാം, എങ്ങനെ നമ്മുടെ പരീക്ഷയെ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒക്കെ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഓരോ ചാപ്റ്ററിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓരോ സെക്ഷൻ്റെ ഒക്കെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് വൈസായിട്ട് റിവൈസ് ചെയ്യുക, വൈസായിട്ട് പഠിക്കുക. എക്സാം ഹാളിൽ പോയിട്ടാണെങ്കിലും നല്ല രീതിയിൽ ആ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതനുസരിച്ചിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്